കേരളത്തിലെയും കർണാടകയിലെയും വോട്ടുകളുടെ ആരോപണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയാണ്. സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥരാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. ഇരട്ട വോട്ടുകൾ BLOമാർ ചൂണ്ടിക്കാട്ടിയില്ല. തെരഞ്ഞെടുപ്പിന് മുൻപാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടതെന്നും കമ്മീഷൻ ന്യായീകരിച്ചു. इस तरह के निराधार आरोप लगाना, चाहे वो केरल हो, चाहे वो कर्नाटक हो, चाहे वो बिहार हो, जब 45 दिन चुनाव के बाद पूर्ण हो चुके हैं और किसी भी दल को, किसी भी कैंडिडेट को कोई भी गलती नजर नहीं आई, तो आज इतने दिनों के बाद इस तरह के निराधार आरोप लगाना, उनका उद्देश्य क्या है, ये सारे मतदाता और देश की जनता पूरा समझती है. ഈ ധനസുബോധ് ചേരുന്നുണ്ട്. ധനസുബോധ്, പ്രതിപക്ഷം ഇനി എങ്ങനെയായിരിക്കും നീങ്ങുക? ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകാതെയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നേരിട്ട് വന്ന് മറുപടി പറയാൻ തയ്യാറായിരിക്കുന്നത്. സാധാരണ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കും, സത്യവാങ്മൂലം നൽകണം എന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് സോഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സോഴ്സ് എന്ന രീതിയിലായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ അവർ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മറുപടി പറയാൻ തയ്യാറായി വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ വാദങ്ങളും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെ ആ ദിവസത്തിന് ശേഷം 3 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രതികരണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേർക്ക് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങളുണ്ടായിരുന്നു. അത് BJPയുടെ ഒപ്പം ചേർന്ന് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് അട്ടിമറി അടക്കമുള്ള കാര്യങ്ങൾക്ക് നടപ്പാക്കുന്നു, അതിന് കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാതെയാണ് ഈ 1.5-2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്.